ഒരു പെഗ് അടിക്കുന്നത് നല്ലതാണെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടല്ലോ. മിതമായ അളവിൽ മദ്യം ഉപയോഗിക്കുന്നതിനെ കുറിച്ച് ചിലരെങ്കിലും ഇങ്ങനെ പറയുന്നത് കേട്ടിട്ടില്ലേ? ഇത് ശരിയാണോ? പൂർണ്ണമായും തെറ്റാണ്. ഓരോ തുള്ളി മദ്യവും ശരീരത്തിലെ പല അവയവങ്ങളെ നശിപ്പിക്കുന്നുണ്ട്. എന്നാൽ കോശങ്ങൾക്ക് വീണ്ടും വളരാനുള്ള കഴിവുള്ളതിനാൽ ഇത് സൃഷ്ടിക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ പെട്ടെന്ന് തിരിച്ചറിയില്ല. സർവ്വസഹയായ കരളാണ് ഇങ്ങനെ പുനരുജ്ജീവനമുള്ള അവയവങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. എന്നാൽ അതിനും പരിധി ഉണ്ടെന്ന് ഓർക്കണം. മസ്തിഷ്കം പോലെ ഇത്തരത്തിൽ പുനരുജ്ജീവനമില്ലാത്ത അവയവങ്ങളുണ്ട്. അമിത മദ്യപാനം മൂലം നിർജ്ജലീകരണം, പക്ഷാഘാതം, ന്യൂറോ കോശങ്ങളെ പൊതിഞ്ഞു സൂക്ഷിക്കുന്ന ആവരണത്തിനുണ്ടാകുന്ന കേടുപാട് തുടങ്ങിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാം. ന്യൂറോ കോശങ്ങൾ നശിച്ചാൽ പുതിയവ ഉണ്ടാകില്ല, സ്ഥിരം രോഗിയാകും. മദ്യത്തോടൊപ്പം നമ്മൾ എപ്പോഴും കേൾക്കുന്ന പദമാണ് കപ്പാസിറ്റി. നല്ല കപ്പാസിറ്റി ആണെന്ന് ആരെങ്കിലും പറഞ്ഞാൽ അതത്ര നല്ല കാര്യമല്ല. നിരന്തരം ഉപയോഗിക്കുമ്പോൾ മദ്യം കൈകാര്യം ചെയ്യാനുള്ള ശരീരത്തിന്റെ പ്രവർത്തനങ്ങൾ കുറച്ചുകൂടി വേഗത്തിലാകും. അതായത് ലഹരി കിട്ടണമെങ്കിൽ കൂടുതൽ മദ്യം കുടിക്കേണ്ടി വരും. നല്ല തണുപ്പുള്ളപ്പോൾ മദ്യപിച്ചാൽ ശരീരോഷ്മാവ് വർദ്ധിക്കുമെന്ന ധാരണയും തെറ്റാണ്. ത്വക്കിനടിയിലെ രക്തക്കുഴലുകൾ വികസിക്കുമ്പോൾ തണുപ്പ് മാറിയതുപോലെ തോന്നുകയാണ് ചെയ്യുന്നത്. ബോധം പോയാൽ പിന്നെ തണുപ്പെന്നല്ല ഒന്നും അറിയില്ലല്ലോ. മദ്യം കരളിനെ മാത്രം ബാധിക്കുന്നതാണ് എന്നതും തെറ്റായ ധാരണയാണ്. എല്ലാ അവയവങ്ങളെയും ബാധിക്കും. എല്ല്, പല്ല്, പേശി, തൊലി, മുടി എന്നിങ്ങനെ എല്ലാത്തിനെയും മദ്യം ബാധിക്കും. മദ്യപാനം മൂലമുള്ള ഗുരുതര ആരോഗ്യ പ്രത്യാഘാതങ്ങൾ ഇനി പറയാം. കരൾ രോഗങ്ങൾ. മദ്യപാനം കാരണമുണ്ടാകുന്ന ഹൈപ്പറ്റീസ്, സിറോസിസ്, കരൾ അർബുദം. ഹൃദ്രോഗങ്ങൾ. ഉയർന്ന രക്തസമ്മർദ്ദം, ഹൃദയമിടിപ്പിലെ താളപ്പിഴകൾ, ഹൃദയപേശിയിലെ പ്രശ്നങ്ങൾ. അർബുദം. സ്തനങ്ങൾ, കരൾ, വായ, തൊണ്ട എന്നിവിടങ്ങളിൽ ക്യാൻസറിന് സാധ്യത കൂടുന്നു. മാനസിക പ്രശ്നങ്ങൾ. വിഷാദം, ഉത്കണ്ഠ. കരളിന്റെ കാര്യത്തിൽ മദ്യം ഒരു നിശബ്ദ കൊലയാളിയാണ്. 10-20 വർഷം രോഗിക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കാതെ നിശബ്ദമായി കരളിന് ക്ഷതമേൽപ്പിച്ചുകൊണ്ടേയിരിക്കും. നീരുവയ്ക്കൽ, രക്തം ഛർദ്ദിക്കൽ, തലച്ചോറിനെ ബാധിക്കൽ എന്നിവ കരൾ രോഗത്തിന്റെ അന്ത്യഘട്ടങ്ങളാണ്. പിന്നീട് കരൾ മാറ്റിവെക്കൽ മാത്രമാണ് പോംവഴി. ഫൈബ്രോസ്കാൻ ഉൾപ്പെടെയുള്ള പരിശോധനകളിലൂടെ സ്ഥായിയായി ക്ഷതമുണ്ടാക്കുന്നതിന് മുൻപ് കരളിനെ പൂർവ്വസ്ഥിതിയിലേക്ക് തിരികെ എത്തിക്കാനും ആകും.